നല്ല ദീനുള്ള വീട്ടിൽ നിന്നും നിന്റെ കൈപിടിച്ചുകൊണ്ട് ഇറങ്ങി വന്ന പെണ്ണാട് വളരെയധികം പ്രയാസങ്ങളും ദുഃഖങ്ങളും നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ പ്രിയപ്പെട്ട പെണ്ണിനോട് നീ പറയുകയാണ്, മോളെ നീ വലിയ വല്ലാത്ത സൗന്ദര്യവതിയാണല്ലോ, നിന്റെ മുഖകമലങ്ങൾ വല്ലാത്ത സൗന്ദര്യം തുളുമ്പുന്നതാണല്ലോ. നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ എന്താ? നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ എന്താ? നമ്മൾ അഭിനയിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ പറയുന്നതായ ടോക്സുകൾ, നമ്മളുടെ ജീവിതത്തിലുള്ളതായ ചിലവഴിക്കുന്ന മേഖലകൾ, നമ്മുടെ അടുക്കള കാര്യങ്ങൾ, നമ്മുടെ മണിയറ രഹസ്യങ്ങൾ വരെ അതിലേക്ക് നമ്മൾ പകർത്തിയെടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലേക്ക് ഇങ്ങനെ പ്രസരിപ്പിച്ചാൽ അതിൽ നിന്നും കിട്ടുന്ന വരുമാനം ചില്ലറയല്ല എന്ന് ആ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുകയാണ്. ഭാര്യ പറയും, അല്ലാഹുവാണ് സത്യം, ഞാൻ ഈ കാര്യത്തിൽ നിങ്ങളുടെ കൂടെ കൂടെ നിൽക്കില്ല. കാരണം എന്തെന്നറിയുമോ? ഇന്നേ വരെ നിങ്ങളല്ലാതെ ഒരു അന്യപുരുഷൻ എന്റെ മുഖം കണ്ടിട്ടില്ല. വളരെയധികം സൂക്ഷ്മതയോടുകൂടി, വളരെയധികം തത്വയോടുകൂടി, വളരെയധികം ആത്മാർത്ഥതയോടുകൂടി എന്റെ പ്രിയപ്പെട്ട ഉപ്പ എന്നെ വളർത്തി വലുതാക്കി ഈ നിലയിൽ നിങ്ങളുടെ കൈരങ്ങളിലേക്ക് തരുകയാണ്. അതിനുശേഷം എന്റെ മുഖം നിങ്ങളല്ലാതെ മറ്റൊരുത്തനും കാണാൻ ഞാൻ അനുവദിക്കില്ല എന്ന് ദൃഢനിശ്ചയത്തോടുകൂടി വളരെ കഠിനമായ സ്വരത്തോടുകൂടി ആ പ്രിയപ്പെട്ട പെണ്ണ് ചെറുപ്പക്കാരനോട് പറയുമ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, മോളെ നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, മുഖം മറച്ചുകൊണ്ടും നിനക്ക് അഭിനയിക്കാമല്ലോ, മുഖം മറച്ചുകൊണ്ടും നിനക്ക് അഭിനയിക്കാമല്ലോ എന്ന് ആ പ്രിയപ്പെട്ട പെണ്ണിനെ പറഞ്ഞ് ഫലിപ്പിച്ചുകൊണ്ട് അഭിനയത്തിന്റെ മേഖലയിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് പറയുന്നു, ഒന്ന് ചാനലിൽ, ഒന്ന് യൂട്യൂബിൽ, ഒന്ന് വീഡിയോസ് ഒക്കെ ഒന്ന് ക്ലിക്കായതിനു ശേഷം, ആളുകളൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം നിന്നെ ഒഴിവാക്കാം. അതും തുടക്കമായതുകൊണ്ട് നീയും കൂടെ ഒന്ന് കൂടിത്തരണമെന്ന് ആ പ്രിയപ്പെട്ട പെണ്ണിനോട് ചെറുപ്പക്കാരൻ പറയും. അപ്പോൾ ആ പെണ്ണവിടുന്ന് പറയുന്നു, ഞാൻ കൂടിത്തരാം, പക്ഷേ നാളെ അള്ളാന്റെ കോടതിയിൽ പിടിച്ചു നിർത്തുമ്പോൾ, അള്ളാന്റെ സവിധത്തിലേക്ക് എന്നെയും നിങ്ങളെയും കൊണ്ടുവരുമ്പോൾ, എന്തിനാണ് പെണ്ണെ അന്യപുരുഷന്റെ മുന്നിലേക്ക് നിന്റെ മുഖങ്ങൾ നീ തുറന്നിട്ടതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം പറയണം മിക്ക എന്ന് ആ പ്രിയപ്പെട്ട പെണ്ണ് ആ ചെറുപ്പക്കാരനോട് പറയുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ ചെറുപ്പക്കാരൻ പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം, ഒരു 5-6 വർഷം കഴിഞ്ഞതിന് ശേഷം, നമ്മുടെ യൂട്യൂബിലുള്ള വീഡിയോകളൊന്ന് ക്ലിക്കായതിനു ശേഷം, ആളുകളൊന്ന് കാണുന്നതായ വ്യൂസുകളൊന്ന് വർദ്ധിച്ചതിന് ശേഷം അല്ലാഹുവിലേക്ക് നമുക്ക് തൗബ ചെയ്യാമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ പെണ്ണിന്റെ മനസ്സിനെ അവിടുന്ന് കവരുകയാണ്. അവസാനം ഒരു വീഡിയോ ഇടുന്നു. ആദ്യത്തെ വീഡിയോ തന്നെ 10,000 ആളുകൾ കാണുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ പെണ്ണിനും ചെറുക്കനും വല്ലാത്ത ആവേശം വന്നു. ആദ്യം വീഡിയോ ഇടുന്നതിനൊക്കെ പറഞ്ഞ പെണ്ണ. അപ്പൊ ആളുകൾ കാണുകയും അതിന്റെ കമന്റ് അയക്കുകയും അതും ഇതെല്ലാം കണ്ടപ്പോൾ പെണ്ണ് എന്ത് ചെയ്തു? അടുത്ത വീഡിയോ ഇടാനുള്ളതായ വല്ലാത്തൊരു ആവേശം കടന്നു വന്നു. ഇതാർക്കും വല്ലാത്ത ആവേശമായി, ചെറുപ്പക്കാരനും വല്ലാത്ത ആവേശമായി. കാരണം എന്ന് പറഞ്ഞാൽ കമന്റിൽ കടന്നു വരുന്നത് പെണ്ണിന്റെ അങ്കലാവണ്യങ്ങളെ കുറിച്ചാണ്. എന്തൊരു ചിരിയാണ്, എന്തൊരു ക്യൂട്ടാണ്, എന്തൊരു കവിളാണ്, എന്തൊരു നുണക്കുഴിയാണ്, എന്തൊരു സൗന്ദര്യമാണ് എന്നൊക്കെ ഈ പെണ്ണിന്റെ ശരീരത്തിന്റെ അംഗലാവണ്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് കമന്റിടുമ്പോൾ, എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഏത് പെണ്ണുമൊന്നും ആഗ്രഹിച്ചു പോകും അടുത്ത ഒരു വീഡിയോ കൂടെ ഇടാൻ. അങ്ങനെ വീഡിയോകൾ ഇടുകയാണ്, ഒരുപാട് റീച്ചുകൾ കയറുകയാണ്. അങ്ങനെ യൂട്യൂബിൽ നിന്നും വരുമാനത്തിന്റെ കുത്തൊഴുക്ക് ഇവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ കടന്നു വന്നപ്പോ കൃത്യമായി നമസ്കാരം നിർവഹിച്ചുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും നിസ്കാരം വൈകിപ്പിക്കുകയാണ്, നിസ്കാരം പിന്തിപ്പിക്കുകയാണ്. അങ്ങനെ ജീവിതത്തിൽ യൂട്യൂബ് വീഡിയോസ് എന്ന് പറയുന്ന ആ ഒരു ക്രിയേറ്റീവ് സിസ്റ്റം വല്ലാത്ത രൂപത്തിലുള്ളതായ അതിപ്രസരണം നടത്തുകയാണ്. അങ്ങനെ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വർഷങ്ങൾ അങ്ങനെ കടന്നു പോയപ്പോൾ ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ഭാര്യ മൊബൈലിൽ തന്നെ നോക്കിയിരിക്കുന്നു, സലാം പറയുന്നു. ഭാര്യ സലാം മടക്കുന്നത് തന്നെ മൊബൈലിൽ നിന്നും കണ്ണെടുക്കാതെയാണ് സലാം മടക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഈ മൊബൈല് ഈ ചെറുപ്പക്കാരിയുടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഈ ചെറുപ്പക്കാരുടെ മനോമുഖരത്തിനെ കവർന്നിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
എന്നിട്ട് പെട്ടെന്ന് ഈ ചെറുപ്പക്കാരൻ ഈ പെണ്ണിനോട് പറഞ്ഞു, മോളെ ഒരുപാട് വർഷമായില്ലേ, കിട്ടേണ്ട പൈസയൊക്കെ നമുക്ക് കിട്ടി, അൽഹംദുലില്ലാഹ്, ഇനി നമുക്കത് നിർത്താം എന്ന് ഈ പെണ്ണിനോട് പറഞ്ഞപ്പോൾ പെണ്ണ് വല്ലാത്ത രൂക്ഷതയോടുകൂടിയുള്ള, വല്ലാത്ത പേടിപ്പിക്കുന്ന രൂപത്തിലുള്ളതായ നോട്ടം ചെറുപ്പക്കാരിലേക്ക് നോക്കുകയാണ്. അവൻ പേടിച്ചു പോയി. കാരണം എന്ത് നിർത്താമെന്നോ? ഇത്രയും കഷ്ടപ്പെട്ട്, ഇത്രയും ബുദ്ധിമുട്ടി, ഇത്രയും ചിലവഴിച്ചിട്ട് ഇത്രയും വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട്, ഇനി പെട്ടെന്ന് നിർത്താനെന്ന് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ആ പെണ്ണ് ഇരുന്ന സോഫയിൽ നിന്നും എഴുന്നേറ്റ് പോവുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇവൻ ചിന്തിച്ചു പോയി, വർഷങ്ങൾക്ക് മുമ്പ് എന്റെ മുഖം ആളുകളിലേക്ക് കാണിക്കണ്ട എന്ന് പറഞ്ഞ പെണ്ണാണോ ഇതെന്ന് പോലും ചിന്തിച്ചു പോയി. അത്രത്തോളം ഭാവമാറ്റം ആ പെണ്ണിന്റെ ജീവിതത്തിൽ കടന്നു വന്നു. സുബ്ഹാനല്ലാഹ്. മനുഷ്യന്റെ ഖൽബാണല്ലോ. ഖൽബെന്ന് പറഞ്ഞാൽ തന്നെ മറിഞ്ഞുകൊണ്ടിരിക്കും. ഒരു ചിന്ത വന്നാൽ അതിലായിരിക്കും, അതിനിടയിൽ വേറൊരു ചിന്ത വന്നാൽ അങ്ങോട്ട് പോകും. അങ്ങനെയാണ് ഖൽബിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഖൽബിന്റെ സിഖത്തിന് വേണ്ടി നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടക്കാത്ത ഒരു ദുആയാണ്, അല്ലാഹുമ്മ സബ്ബിത് ഖുലൂബനാ അലാ ദീനിക. നിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ പറ്റിയ രൂപത്തിലുള്ള ഖൽബ് എനിക്ക് തരണമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുടങ്ങാതെ എല്ലാ ദിവസവും ദുആയിരക്കുമായിരുന്നുവെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്.